ഹലോ, അപ്പം നമ്മൾ ഇന്നൊരു ട്രാവൽ വ്ലോഗായിട്ട് വന്നേക്കാണ്. ജസ്റ്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നോളൂ. സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ 2 ഫ്രണ്ട്സും കൂടി ഉണ്ട്. അപ്പോൾ അവർ പിക്ക് ചെയ്യാൻ വേണ്ടി അവർ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ് ഇപ്പം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞങ്ങൾ 2 ദിവസത്തേക്ക് ഒരു കുട്ടി ട്രിപ്പ് അടിക്കാനുള്ള പരിപാടിയിലാണ്. വരങ്ങോട്ടില്ല, നമ്മൾ ലേക്ക് ഡിസ്ട്രിക്റ്റിലോട്ടാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ഓൾമോസ്റ്റ് ഏർലി മോർണിംഗ് തന്നെ ഇറങ്ങി കേട്ടോ. കാരണം ഡ്രൈവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ച് നേരത്തെ ഇറങ്ങിയാൽ ട്രാഫിക്കൊക്കെ ഒഴിവാക്കാനുള്ള പരിപാടിയായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇറങ്ങി എല്ലാം കൂടി കഴിയുമ്പോഴത്തേക്കും നേരം അങ്ങോട്ട് വെളുത്തുപോയി. പക്ഷേ അധികം സമയം ആയിട്ടില്ല കേട്ടോ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 6 മണി സമയമൊക്കെ ആയിട്ടുള്ളൂ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, ഞങ്ങൾ എത്ര മണിക്കൂർ ടോട്ടൽ എടുത്തു ലേക്ക് ഡിസ്ട്രിക്റ്റിലെത്താൻ, എത്ര ഞങ്ങൾക്ക് എക്സ്പെൻസായി, അവിടെ എന്തൊക്കെ ഏരിയ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും ഈ 2 ദിവസത്തിനുള്ളിൽ, ഇതൊക്കെയാണ്. അപ്പോൾ ഞങ്ങളൊരു 2 hours ട്രാവൽ ചെയ്തതിന് ശേഷം ഒരു സർവീസ് സ്റ്റേഷനിൽ എത്തിയതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഇനിയും ഒരു 3.5 മണിക്കൂർ 4 മണിക്കൂർ അടുപ്പിച്ചുണ്ട് ഞങ്ങൾക്ക് ലേക്ക് ഡിസ്ട്രിക്റ്റ് എത്താൻ. ചെറിയൊരു ചിലവ് ചുരുക്കലിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ മാക്സിമം ഫുഡ് ഐറ്റംസ് ഒക്കെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, അവിടെ നമ്മൾ പോകുന്ന സ്ഥലത്തും ഇതേപോലെ അടുത്തായിട്ട് ഷോപ്സും റെസ്റ്റോറൻറ്റ്സും ഒക്കെ കുറവാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ചധികം സാധനങ്ങൾ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ നമ്മൾ കുറച്ച് ഇഡ്ഡലിയും ചട്നിയൊക്കെ ആക്കി ഫുൾ സെറ്റായിട്ടാണ് പോയിട്ടുണ്ടായത്. ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടെടുത്താണ്. Idli is soft. I just eat it and give some reaction. Wow. Oh wow. Oh wow. Nice. Wow, it's good. നമ്മൾ ആക്ച്വലി ഇവിടെ ഒരു സ്ഥലത്ത് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കാണ്. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിലുള്ള വ്യൂ ആണിത്. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇവിടുന്ന് ക്ലിക്ക് ചെയ്ത് കുറച്ച് ഫോട്ടോസ് നമ്മൾ ഇതിൻ്റെ കൂടെ ഷെയർ ചെയ്യാം. ഒരാൾ ഇതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കുന്നുണ്ട്. ഇവിടെ ഒരാൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പണ്ടത്തെ മേക്കപ്പ് മാനൊക്കെ പോലെ നമ്മളിവിടെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ കയറിയതാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് മെല്ലെ പോകാമെന്ന് വെച്ചാൽ 2 hours ഇവിടെ ഫ്രീ പാർക്കിംഗ് ഉണ്ട്. അപ്പം എല്ലാം കൊണ്ടും അടിപൊളിയാണ്. അപ്പോൾ ഇനി നേരെ ലേക്ക് ഡിസ്ട്രിക്ട്. ഇനി എവിടെയും സ്റ്റോപ്പ് ചെയ്യുന്നില്ല. എന്താ പറയണ്ടോ? You wanna say something? Yeah, we are happy to go to like. നേരത്തെ കുറച്ച് സാധനങ്ങൾ എടുത്തായിരുന്നു. അങ്ങനെ നമ്മൾ ഇംഗ്ലണ്ടിൻ്റെ ബോർഡറൊക്കെ കഴിഞ്ഞ് ലേക്ക് ഡിസ്ട്രിക്റ്റിൻ്റെ അടുത്ത് ഏകദേശം എത്താനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പുറത്തേക്ക് നോക്കുമ്പം കാണാൻ പറ്റും നമ്മൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, നമ്മൾ കേരളത്തിനൊക്കെ പറയുന്ന പോലെ നല്ല മലനിരകളും പ്രകൃതി രമണീയമായ സ്ഥലം എന്നൊക്കെ പറയാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം നമ്മൾ കണ്ടു തുടങ്ങി. ദാറ്റ് മീൻസ് നമ്മൾ ലേക്ക് ഡിസ്ട്രിക്റ്റിൻ്റെ അടുത്ത് റീച്ച് ചെയ്യാനായി. സോ ഇനി നമുക്ക് കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ച കാണാൻ പറ്റും മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത്. നമ്മൾ ആ റെസ്റ്റ് എടുത്തതിന് ശേഷം ഏകദേശം ഒരു 2.5 മണിക്കൂറിന് മുകളിൽ നമ്മൾ ഡ്രൈവ് ചെയ്തു. എന്നിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇനിയും നമുക്കൊരു 1.5 മണിക്കൂറോളം ഡ്രൈവ് ചെയ്യാണ്ട് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ട്. സോ ഇനി അങ്ങോട്ട് പോകുന്ന സമയത്ത് കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം നമ്മൾ ലൊക്കേഷനിലെത്തി. ഫൈനലി അറൗണ്ട് 5 hours എടുത്തില്ല നമ്മളിവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും ട്രാവൽ ചെയ്ത് ഇവിടെ എത്തിയത് വേർത്താണ്. അങ്ങനത്തെ വ്യൂ ആണ് ഇവിടെ കാണുന്നുണ്ടോ? നല്ല കുന്നുമലയൊക്കെ ഉണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ സെറ്റപ്പും ബാക്കി പരിപാടികളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷേ ഇത് വേർത്ത് കമ്മിങ് ആണ്. എല്ലാവരും മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആയിട്ട് ഞങ്ങൾ പറയും. എനിക്ക് അത്രയും നമുക്ക് എന്താ പറയുക, ഒരു പ്ലസൻറ്റ് ഫീൽ തരുന്നൊരു വൈബാണ് ഇവിടെ മൊത്തം. എല്ലാവർക്കും അങ്ങനെ ആവോന്ന് ചോദിച്ചാൽ നമുക്ക് തുല്ല. പക്ഷെ ഞങ്ങളെ ബേസ് ചെയ്ത് ഞങ്ങൾക്കിത് ഭയങ്കര നല്ലൊരു കിട്ടലായിട്ട് തോന്നി. ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് വരുന്ന വഴിയാണെങ്കിലും ഭയങ്കര. ഞങ്ങൾക്ക് ഇവിടെ ആക്ച്വലി 4 മണിക്കാണ് ചെക്ക് ഇൻ സ്റ്റാർട്ട് ചെയ്യുക. പക്ഷെ ഞങ്ങൾ എത്തിയത് ഒരു
എനിക്ക് തോന്നുന്നൊരു 12 മണിയൊക്കെ ആയിട്ടുണ്ടാവണം അല്ലേ. അതെ. അപ്പോൾ ആ സമയത്ത് എത്തുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ലഗേജ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങാണ്ടായേ. ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഫസ്റ്റ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ പക്ഷേ അടിപൊളി ലേക്ക് ഉണ്ട്. ഓക്കെ, അതെ കേട്ടല്ലോ, അത് തന്നെ. അത് നമ്മൾ അവിടത്തേക്ക് പോവാണ്. ഞങ്ങളുടെ കൂടിയിലെ 2 ആൾക്കാരാണ് ഇവർ. ലഞ്ച് ഇന്ന് ഇവിടത്തേക്ക് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ലഞ്ച് ഞങ്ങൾ ഇവിടുന്ന് കഴിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇവിടെ പക്ഷേ ഞങ്ങൾ വിചാരിച്ചത് പാർക്കിങ്ങിന് ഫീസൊന്നും ഉണ്ടാവില്ല എന്നാണ്. പക്ഷേ ഇവിടെ പാർക്കിംഗ് ഫീസ് ഉണ്ട്. അപ്പോൾ അതിനെ അത് പേ ചെയ്തിട്ട് വേണം അങ്ങ് പോകാൻ. ഞങ്ങൾ വിചാരിച്ചു ഇവിടെ അധികം ആരും ഉണ്ടാവില്ല എന്നാണ്. പക്ഷേ അത്യാവശ്യം കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സ്ഥലമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ പാർക്കിംഗ് ഫീ വരുന്നത് 2 ഹവേഴ്സിന് 3 പൗണ്ടാണ് വരുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ഹവേഴ്സ് കൂടുന്നതിനനുസരിച്ചിട്ട് റേറ്റ് ഈ കാണുന്ന പോലെ വാരി ചെയ്യും. പറയാണ്ടിരിക്കാൻ വയ്യ, ഒടുക്കത്തെ വെയിലായിരുന്നു. വെയിലെന്നൊക്കെ പറഞ്ഞാൽ ഈ കണ്ണ് തുറക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. പക്ഷെ നല്ല കാറ്റുണ്ടായിരുന്നു, അതുകൊണ്ട് ആ ചൂട് അങ്ങോട്ട് അറിയില്ല. മെല്ലെ പോണേ. സോ നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. Stand for long. Yeah, go. What is Putin? Oh, yeah. No. Careful, Hey, not too fast. Little bit. Or else people will laugh at us. Oh, I'm going back. Hey, we'll take one photo, man. Come back. See, wow, that. That's the irony. Honda sari, asa. Yeah. Don't stand. You go inside. ഇവിടെ വന്നിട്ട് എനിക്ക് ഏറ്റവും അതിശയമായിട്ടൊരു തോന്നിയൊരു സംഭവം എന്താ പറയുക, സംഭവം ഈ സ്ഥലം നല്ല രസമായിട്ടോ കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് കുറച്ച് ചില്ലായിട്ടൊക്കെ ഇരിക്കാൻ പറ്റിയ, ഒരു ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ കുറേ എന്താ പറയുക കുട്ടി കുട്ടി സ്പോർട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ അടിപൊളിയായിട്ട് കുറേ പിക്സൊക്കെ എടുക്കാൻ പറ്റുന്ന കുറേ പ്ലേസസും ഒക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ ഇവിടെ ഒരു മനുഷ്യജീവി ഇല്ല. ആകെ ഞങ്ങൾ കണ്ടത് കുറച്ച് ആൾക്കാർ ഇതിലേക്ക് പോകുന്നുണ്ടായിരുന്നു. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ആൾക്കാർ ഇവിടെ എത്തിപ്പെടാത്തതെന്ന്. ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, ഇത് ആക്ച്വലി ഭയങ്കര രസമായി ഈ സ്ഥലം കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് ഈ എന്താ പറയുക ഇങ്ങനത്തെ സ്ഥലങ്ങളോട് ചെറിയൊരു സൈഡ് വലിയും കൂടി കൂടുതലായത് കൊണ്ടാവാം മേ ബി അങ്ങനെ തോന്നുന്നത്. പക്ഷേ ശരിക്കും ഇത് അടിപൊളി ഒരു പ്ലേസാണ്. ഇത് എഗ് ഫ്രൈഡ് റൈസ് ആൻഡ് ചിക്കൻ ഫ്രൈഡ് റൈസ് രണ്ടും കൂടി മിക്സ് ചെയ്തതാ. ഇവരുണ്ടാക്കിയതാ. നമ്മൾ ട്രിപ്പിന് വന്നപ്പോൾ അവരൊക്കെ സ്പെഷ്യലാക്കി ഉണ്ടാക്കി വന്നപ്പോൾ പുറത്തുനിന്ന് കഴിക്കണ്ടെന്ന് വിചാരിച്ചു. നമ്മൾ തന്നെ ഉണ്ടാക്കിയത് നമ്മൾ തന്നെ കഴിക്കുന്നു. അപ്പം വേറെ ഫുഡിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. സോ ദിസ് ഈസ് ബെറ്റർ ഇഫ് യു ആർ കമ്മിങ്. നിങ്ങളിങ്ങോട്ട് ട്രിപ്പ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊണ്ടുവന്ന പൈസയും ലാഭമാണ്, ഹെൽത്തും പ്രശ്നം ഉണ്ടാവില്ല. വെരി ടേസ്റ്റി. ഇവിടെ ഒളിച്ചിരിക്കുന്നുണ്ട്. ഇതാണ് വർഷ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നേരെ വിട്ടത് സെക്കൻഡ് ഡെസ്റ്റിനേഷനായ സെൻറ്റ് പീസിലാണ്. അതൊരു ബീച്ചാണ് കേട്ടോ ആക്ച്വലി. അപ്പോൾ ഏകദേശം ഒരു 25 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ടായിരുന്നു നമ്മൾ ഇവിടുന്ന് സെക്കൻഡ് ഡെസ്റ്റിനേഷനിലോട്ട്. ഏകദേശം ഒരു 12 മൈൽസ്. സെക്കൻഡ് ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെയും ആസ് യൂഷ്വൽ പാർക്കിംഗ് ഫീ ഉണ്ട്. ഇവിടെ 1 ഹവറിന് ഇവർ 150 പൗണ്ടാണ് കേട്ടോ. 150 മീൻസ് £1 50p ആണ് ചാർജ് ചെയ്യുന്നത്. ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യാൻ ക്യാമറ ഓൺ ആവുന്നുണ്ടോ നോക്കിയിരിക്കുന്നല്ലേ 3 പേര്. പക്ഷെ ഞാൻ വീഡിയോ എടുത്തത്
നമ്മൾ അടുത്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇത് സെന്റ് ബീസ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇത് ബീച്ചും ഇവിടെ ഒരു കത്തീഡ്രലും അത് ഇതൊക്കെ ഉണ്ട്. നമ്മൾ വിചാരിച്ചു നല്ല വെയിലാണ്, ഞങ്ങൾ വിചാരിച്ചു നല്ല ചൂടായിരിക്കുന്നു, പക്ഷേ നല്ല തണുപ്പാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ എടുത്തിട്ടിട്ട് നടക്കുന്നത്. പിന്നെ അവിടുന്ന് ഒരു ഐസ്ക്രീം വാങ്ങിച്ചു. നൈസ് പ്ലേസ്. എന്തായാലും ഞങ്ങൾ ഇത്രയൊന്നും എക്സ്പെക്ട് ചെയ്തില്ല ഈ ഒരു വരത്തിൽ. ഇങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ ഒരു ബീച്ച് ഉണ്ട് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യില്ല. നല്ലൊരു സ്ഥലം, ബീച്ചിലൊക്കെ കാഴ്ചയും കണ്ടിട്ട് എല്ലാ അടുത്ത സ്ഥലത്തേക്ക് വിടാം. പിന്നെ കുതിരയാ, പശുവാ? പച്ചു. പശു. ഓക്കെ, ഇങ്ങോട്ടാ നേരെയാണോ ലെഫ്റ്റ് റൈറ്റ് ആണോ? ഞാൻ വരാണ്, പിടിച്ചോണേ. അന്നോ ഈ ഷൂ ആണ് പ്രശ്നം. സൈഡായി ആ ബീച്ചൊക്കെ നല്ല രസമില്ലേ? ഇതിലെ കുറേ സത്യം പറഞ്ഞാൽ നടന്ന് 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 നമ്മൾ ഒരു വഴിക്കോ ഒന്നാമത് ട്രാവൽ ചെയ്ത് അത്രയും ദൂരം ഓടി വന്നിട്ട് പിന്നെയും കുന്നുകയറാൻ പോയപ്പോൾ ഭയങ്കര ടയർഡ്. ഇപ്പം അത്യാവശ്യം വെയിലൊക്കെ പോയി തുടങ്ങി. അത്യാവശ്യം തണുപ്പും നല്ല കാറ്റുമായിട്ട് നല്ല തണുപ്പുണ്ട്. പിന്നെ ഈ ഒരു വ്യൂ അങ്ങനെ അവിടുത്തെ നല്ലൊരു എന്താ പറയുക കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ വീട് പിടിച്ചു. കാരണം എല്ലാവരും ബാറ്ററിയും ഭയങ്കര ലോ ആയിരുന്നു. നേരെ പോയി കുളിച്ച് കഴിച്ച് എന്തെങ്കിലും കിടന്നുറങ്ങിയാൽ മതി എന്നുള്ളൊരു അവസ്ഥയായിരുന്നു എല്ലാവർക്കും. This is an antique thing we never seen. It's all electric nowadays, right? I know. So it is Apart something from like places like this, yeah. nice. Wow. So And you will, if you just, so this, just be careful. This gets very hot. So I'm how touching to- it now, but don't. No, I'll not touch it. So how to switch it off? I mean, how to? You don't switch it off. Just leave it. It will go on. It'll go out, yeah, Okay. and it's safe. I've just pushed. There's a switch up here that goes that way or that way. Okay. Can you see the flame change a bit when I put it that way? Yeah. Like it draws a bit more. So so this is a fireproof glove. Mm-hmm. So if you're touching this, then make sure you use that. Or if you're just closing that off. ലാസ്റ്റ് ഫയറിങ് അവിടെ ഒരാള് ഫയർ ഇട്ട് കത്തിക്കാൻ നോക്കുന്നു. വെരി കെയർഫുൾ. Hold it. Open it. Oh, it's coming. So like this. Sorted.